ശ്രീ എ മാരിഫ്, ലളിതമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു 55% നികുതി ഇനത്തിൽ സർക്കാരുകൾക്ക് കൊടുക്കുന്ന തുകയാണ്. സാധാരണക്കാരൻ പെട്രോൾ അടിക്കുമ്പോൾ അതിൽ 55% നികുതി ഇനത്തിൽ സർക്കാരുകൾക്ക് കൊടുക്കുന്ന തുകയാണ്. ഇവിടെ എല്ലാ മേഖലകളിലേക്കും അതിൻ്റെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്ന ഇന്ധന വില വർധന പിടിച്ചു നിർത്താൻ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിലൊരു ഇൻ്റർവെൻഷൻ ആവശ്യമാണല്ലോ. അത് കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല എന്നാണോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ താങ്കളുടെ ആക്ഷേപം? അതല്ല സംസ്ഥാന സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നില്ല എന്നതാണോ ആക്ഷേപം? ഇവിടെ ശ്രീ ജിൻഡോ പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തും, അതിന് ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ അത് നടപ്പാക്കും എന്നാണ്. അതോടുകൂടി പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് GST ഘടനയ്ക്ക് അകത്തേക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന തീരുമാനം സർക്കാരുകൾ ഒരുമിച്ചെടുക്കുന്നത്? അവിടെ ശ്രീ ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ നികുതി വരുമാനത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ആലോചന നമുക്ക് പറ്റില്ല എന്നതുകൊണ്ടല്ലേ? അല്ല, ആദ്യം ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭനും അതുപോലെ ശ്രീ ജിൻഡോയൊക്കെ ഉന്നയിക്കപ്പെട്ടത് LDF ഗവൺമെൻറ് കാലത്ത് ഇത്തരത്തിലുള്ള പ്രൈസ് ഹൈക്ക് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. In June 2018, following severe public anxiety over surging domestic fuel prices, the LDF government announced a direct, conscious reduction in its value-added tax. The action, the state slashed sales tax on petrol by 1.81%, on diesel by 2.11%. ഞാൻ ഒട്ടും കുറച്ചില്ല എന്നുള്ളതല്ല. രണ്ടാമത്തത് പാൻഡമിക് സമയത്താണ് ഫ്രീസ് എക്സംഷൻ. സെക്കൻഡ് ഇൻസ്റ്റൻറ്റ് വാസ് നോട്ട് എ ട്രഡീഷണൽ ടാക്സ് കട്ട് ബട്ട് എ ഡെലിബറേറ്റ് സ്ട്രക്ചറൽ എക്സംഷൻ ഫ്രം റൈസിങ് ടാക്സസ് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി. അപ്പോൾ ഒട്ടും ചെയ്തിട്ടില്ല, ഇൻ്റർവെൻഷൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് എല്ലാ ഘട്ടങ്ങളിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് ഇന്ത്യ സർക്കാരിന് ഇന്ത്യയിലെ വിവിധ മേഖലകളിലായി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ടാക്സ് വരുമാനത്തിനനുസരിച്ച് കേരളത്തിന് കിട്ടുന്നില്ല. മറ്റ് സ്റ്റേറ്റുകൾക്കെല്ലാമാണ് വീതം വെച്ച് പോകുന്നത്. അതിൻ്റെ കണക്കെല്ലാം ഉണ്ട്. ഉത്തർപ്രദേശിന് കിട്ടുന്ന എത്ര, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന എത്ര, അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണ് ഏറ്റവും കുറച്ച് ഇന്ത്യ ഗവൺമെൻറ് ടാക്സ് വരുമാനം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയധികം വെൽഫെയർ ആയിട്ടുള്ള, ഇപ്പോൾ ധാരാളം വെൽഫെയർ നടപടികൾ നടത്തുന്ന ഒരു സ്റ്റേറ്റാണ്. പെൻഷനായാലും മറ്റാനുകൂല്യങ്ങളായാലും ഇതെല്ലാം ഇന്ത്യയിൽ മറ്റേതൊരു സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ നടത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ കാര്യം എടുത്താൽ തന്നെയും PMAY അല്ലെങ്കിൽ മറ്റ് ഇതിൽ തരുന്ന പൈസ എത്രയാണ്? വീട് വയ്ക്കാൻ ഇന്ത്യ സർക്കാർ തരുന്നത് 72,000 രൂപയാണ്. 3.25 ലക്ഷം നമ്മളാണ് ഇടുന്നത്. 5 ലക്ഷം വീട് വെച്ച് കൊടുത്തത് ചെറുതല്ല. അതുപോലെ 1.5 ലക്ഷം രൂപ നമ്മൾ നഗരങ്ങൾക്ക് തരുമ്പോൾ ബാക്കി 2.5 ലക്ഷം രൂപ ഇടുന്നത് നമ്മളാണ്. ഇങ്ങനെയാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെൽഫെയർ സ്കീംസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് നമുക്ക് ഈ നികുതി വരുമാനം അല്ലാതെ വേറൊരു സാധ്യതയില്ല എന്നതുകൊണ്ടാണ് നമ്മളിതിനെ വാറ്റിലേക്ക് GSTയിലേക്ക് വരുന്നതിനെ എതിർക്കുന്നത്. നമുക്ക് വേറെ വരുമാനം ഉണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നമുക്കതില്ലാത്തത് കൊണ്ടും നമുക്കിതിൽ നിന്ന് കിട്ടുന്ന സെസ്സും ടാക്സും കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കിഫ്ബി പോലുള്ള എക്സ്ട്രാ നമ്മുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുന്നത്. ശ്രീ ജിൻഡോ പറഞ്ഞ കാര്യത്തിൽ ഒന്നും പിണറായി വിജയൻ അർഹതയില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് സ്ഥാപിക്കാനാണ് ഡേറ്റ് ബാർ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്ന് കരുതി ഇനിയിപ്പോൾ അർഹതയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം എന്താ, ഞങ്ങൾ തോറ്റിരിക്കുകയാണല്ലോ. ഞങ്ങൾ നടപടികൾക്ക് ഉള്ള ജനങ്ങളുടെ ശിക്ഷയാണല്ലോ ഞങ്ങൾ വന്നത് എന്നാണല്ലോ നിങ്ങളുടെ വാദം. അപ്പോൾ അതുകൊണ്ട് ആ വാദം വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ചെയ്യാത്തവർ പുതിയത് ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു കഴിഞ്ഞ 10 കൊല്ലക്കാലം. അതുകൊണ്ട് അതല്ല ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇപ്പം നമുക്ക് ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിലുണ്ടാകും. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ മുഖ്യ കുറ്റവാളി എന്നുള്ളത് കൊണ്ട് ആ കുറ്റവാളി എന്താ നോക്കിയേ, അവരുടെ ടാക്സിൻ്റെ ഇതെന്താ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എന്താ ഉള്ളത്, എന്താ നോക്കിയേ, ബേസിക് എക്സൈസ് ഡ്യൂട്ടി 1.40, സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി 3 രൂപ, റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 11 rupees, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ AIDC 7 രൂപ 60 പൈസ, ടോട്ടൽ സെൻട്രൽ ഡ്യൂട്ടി 23 രൂപ പെർ ലിറ്ററാണ്. 23 രൂപ പെർ ലിറ്റർ എന്ന് വെച്ചാൽ ഇത് ഏത് കുറയ്ക്കാമെന്നാണ് ശ്രീ പത്മനാഭൻ ചോദിക്കുന്നത്. എങ്ങനെ ശരിയാവും? ഇതിൽ നിന്നൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം ഞാൻ പറയുന്നത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അവരും കുറയ്ക്കണം. ഇതിൻ്റെ ഇമ്പാക്റ്റ് രാജ്യമാകെ വിലക്കയറ്റം ഉണ്ടാകുകയാണ്. രാജ്യത്താകെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഞാൻ ശ്രീ ജിൻഡോ പറഞ്ഞ
ഒരു പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും യോജിപ്പാണ്. ബാക്കി ശ്രീ പത്മനാഭൻ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയാത്ത പോയിന്റാണ് ഞാൻ പറയുന്നത്. 23 രൂപ ഇപ്പോഴും ഒരു ലിറ്റർ പെട്രോളിൻ്റെ പുറത്ത് ഇന്ത്യ സർക്കാരിൻ്റെ നികുതിയാണ്. നമുക്ക് ഇപ്പോൾ ഈ നികുതി ഘടനയിൽ പിന്നെ പൊതുമേഖലാ പെട്രോളിയം സ്ഥാപനങ്ങളെ മാത്രം അവർ വരുമാനത്തിന് നമ്മുടെ ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പെട്രോളിയം സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ഇടപെടുന്ന പോലെ തന്നെയാണ് അംബാനിയുടെ പെട്രോള്. അതുപോലെ തന്നെ മറ്റ് പിന്നെ പുതിയ കുറേ സ്ഥാപനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, നായര അങ്ങനെയുള്ള സ്ഥാപനം. ഇവരെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു തോതിൽ അവർക്കും വരുമാനം ഉണ്ടാകുകയാണ്. അപ്പോൾ നിങ്ങൾ അതൊന്നും കാണാതെ പോകരുത്. അപ്പോൾ അങ്ങനെ അവർക്ക് അവിടെ കൂടി സംരക്ഷിക്കാൻ കഴിയത്തക്ക നിലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് അവരെ കൂടി സംരക്ഷിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ സർക്കാർ ഇത് കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ട ഏറ്റവും ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പട്ടിണി മരണങ്ങളൊക്കെയാണ് ഇനി പോകുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. ശരി, ഏതായാലും ശ്രീ എ മാലിക്, താങ്കൾ പറഞ്ഞ പോലെ രണ്ട് ഗവൺമെന്റുകൾക്കും തുല്യമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത് പിടിച്ചു നിർത്താൻ കഴിയൂ എന്നാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.